ഏണിങ്സ് കൂടുതൽ പിന്നെ വീട്ടമ്മയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഈഗോ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഉണ്ടാകാം. ഫിനാൻസ് ഉറപ്പായിട്ടും അതാണ്. അല്ല, ഫിനാൻഷ്യലി നമുക്ക് ഒരാൾക്ക് വരുമാനം കൂടുന്നു, ഒരാൾക്ക് വരുമാനം കുറയുന്നു. അങ്ങനെ ഉണ്ടാകുന്ന ആ വീടിന്റെ ഒരു ബാലൻസിങ് തെറ്റുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഉണ്ടാകുന്ന വിഷയങ്ങൾ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളെ ബാധിക്കും. ഇപ്പോഴാണ് വർക്ക് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വലിയ ഒരു വിഷയം അതാണ് ഇപ്പോൾ ഉള്ളത്. ശമ്പളം ഫിനാൻസ് കൂടുകയും വിവരക്കേട് ഉണ്ടാവുകയും കൂടി ചെയ്യുമ്പോ ഫിനാൻസ് കൂടിയതും കുഴപ്പമില്ല, ഫിനാൻസിനോടൊപ്പം വിവരക്കേടും കൂടെ തലയെ കയറ്റി വെച്ച് കഴിയുമ്പോ പിന്നെ പ്രതിസന്ധികളാണ്. ഒന്നും പറയുന്നില്ല, കാര്യങ്ങൾ പറയാനുണ്ട്. ജഡ്ജിയമ്മ പറഞ്ഞതുപോലെ ഈ പ്രൊഫഷണൽ അവരുടെ ഇടയിലാണ് കൂടുതൽ വരുന്നത്. ഞാനൊരു പോയിന്റ് പറഞ്ഞിരുന്നു, തെരുവിൽ കുടിൽ കെട്ടി താമസിക്കുന്ന ആ ഭാര്യയോ മക്കളോ ഉണ്ടെങ്കിൽ അവരുടെ ഇടയിൽ പ്രശ്നങ്ങളില്ല. സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്ലാഷുകളില്ല. നമുക്കിപ്പോ താഴെ കടയിലുള്ളവരുടെ മാത്രം പ്രശ്നമല്ല, അത് അവര് മുകൾ തട്ടിലേക്ക് വളർന്നു വരണവര് ഒരു പരിഷ്കൃത സമൂഹം വരുന്നു. അപ്പൊ ആ പരിഷ്കൃത സമൂഹത്തിനെ അഡ്രസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. അപ്പൊ സാജു എന്തോന്നറിയില്ല, സാജു ശരിക്കും പറഞ്ഞാലേ നമ്മള് മുന്നോട്ട് പോകുമ്പോൾ ഈ ലീഡർഷിപ്പിൽ ഒരു മാറ്റം വരുമോ? ഞാൻ പറഞ്ഞ ഇതിൽ മാറ്റം വരണ്ടെന്നല്ല പറഞ്ഞത്. അല്ലേ, ഞാൻ സാജുവിനൊക്കെ ഈ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, ജെൻസി, ഇവരുമായിട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. തീർച്ചയായിട്ടും അവരുടെ കൂടെ തന്നെ. ഞാനിപ്പോ എന്റെ വൈഫ് പുറത്തോട്ട് പോയി ചോദിച്ചു നോക്ക്, വീട്ടിൽ നിന്ന് തനിയെ പോണെങ്കിൽ ഞാൻ വിളിച്ചോണ്ടിരിക്കും. എവിടെ എത്തി? അല്ല, റോഡ് ക്രോസ് ചെയ്താന്ന് പോലെ. രശ്മി പേടിക്കേണ്ട കാര്യം എന്തോ? രശ്മി പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ കുറച്ച് എന്താ പറയാ പേടിയുള്ള കൂട്ടത്തിലാ. അല്ല, നമ്മളീ പൂച്ചനെ കൊണ്ട് റോട്ടി വിടൂലേ, അതുപോലെ എങ്ങോട്ടാ പോണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ അത് കാരണം ഞാൻ വിളിച്ചോണ്ടിരിക്കും സ്ഥലത്ത് എത്തിയെന്നൊക്കെ. അല്ല, എന്നാലും ഞങ്ങളിപ്പോ ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങൾ വീട്ടില്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഭരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. ഞാൻ പറഞ്ഞ ഞാൻ കുട്ടികളുടെ കാര്യം പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5ാം ക്ലാസ്സിന്റെ അറിവ് അവർക്ക് ഇപ്പോഴേ നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇപ്പൊ ഈ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അറിവുള്ള കുട്ടികൾ അവർ പൂർണ്ണ ബോധത്തോടെ ഇപ്പൊ 10ാം ക്ലാസ് വെച്ചാൽ വീട്ടിലാണെങ്കിൽ കുട്ടികൾ 10 പാസ്സായി കഴിഞ്ഞാൽ അടുത്ത പരിപാടി അവർ പ്ലാൻ ചെയ്ത് വെക്കുക പുറത്തേക്ക് അങ്ങനെ എന്നുള്ളത്. അത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നും വ്യത്യാസമില്ല. ഇപ്പോഴത്തെ ഈ ജനറേഷൻ അവർ പോണ റൂട്ടൊക്കെ കറക്റ്റാ. പിന്നെ ചെറിയ ഈ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ പോകണം. പണ്ട് ഒരു കഞ്ചാവ് വലിക്കണം നാട്ടിൽ ഒരേ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ കഞ്ചാവ് വലിക്കണം. ഇപ്പം അതല്ല, ഇപ്പം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 199% കുട്ടികളുടെ ഇടയിൽ ഇതുണ്ടാവും. നമുക്ക് പല കാര്യങ്ങളും പുതിയ തലമുറയിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ആവശ്യം. നമ്മളെ വിസ്മയിപ്പിക്കുന്ന വളരെ സ്റ്റഫുള്ള ഒരു തലമുറയാണ് കടന്നു വരുന്നത്. നമ്മളെ മാമൂലുകളും നമ്മളെ അഭിപ്രായങ്ങളും അവരെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ്. അവരെ അത്രമാത്രം സ്റ്റഫുള്ള ഒരു തലമുറ നമുക്ക് പിന്നാലെ വരുന്നു എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.